ഹലോ ഫ്രണ്ട്സ്, വിത്ത് ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു മീൻകറി ഒരു 4-5 ദിവസമൊക്കെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർക്കില്ല. നമ്മളിപ്പം ഈ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മീൻകറി പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയുള്ളി ഒഴിവാക്കിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മീൻകറി തയ്യാറാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നും നമ്മളെടുക്കുന്ന ഒരു ഐറ്റത്തിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. എല്ലാം നല്ലതായിട്ട് കുറച്ച് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം നമ്മുടെ ഈ വീഡിയോ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം അത്രയും ചേർത്ത് അതും കൂടി ഒന്ന് മൂത്തതിന് ശേഷമാണ് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിപ്പോൾ എരി കുറവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇതുപോലെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ചിടുകയോ അല്ലെങ്കിൽ തീ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈ മൺചട്ടിയുടെ ചൂടിലാവുമ്പോൾ മുളക് പൊടി നന്നായി മൂത്ത് കിട്ടും. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാലും മീൻ കറിക്ക് ടേസ്റ്റ് കുറയും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 4 കഷ്ണം കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, കുതിർത്തെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ കേരച്ചൂര എന്ന് പറയുന്ന മീനാണ്. എല്ലായിടും ഈ പേരാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കേരച്ചൂര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ട് കഴിഞ്ഞ് അധികം അങ്ങനെ ഇട്ട് തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ആ മീൻ കഷ്ണങ്ങളെല്ലാം ആ ചാറിലേക്കൊന്ന് മുക്കി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ തന്നെ ഇട്ട് വേണം മീൻകറി വേവിച്ചെടുക്കാൻ. ഓവറായിട്ട് ഹീറ്റ് കൂടിയാൽ നമ്മുടെ മീൻകറി പെട്ടെന്ന് കയറി അങ്ങ് വറ്റി പോവും. അത് വേണ്ട, ചെറിയ തീയിൽ തന്നെ ഇട്ട് പതുക്കെ മീൻകറി വറ്റിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻ കറിക്ക് കുറച്ച് ഉപ്പും പുളിയൊക്കെ നല്ല മുന്നിൽ തന്നെ നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ കറിക്കൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. ഈ ഒരു മീൻ കറി നന്നായി വറ്റി തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അധികം ചാറില്ലാതെ കുറുകിയിരിക്കണം. ഇപ്പം ഏകദേശം ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയെല്ലാം അങ്ങ് തെളിഞ്ഞ് വന്നാൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മീൻകറി ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ചാറെല്ലാം ഒന്ന് കുറുകി വരും. മീൻകറി വറ്റിയതിന് ശേഷം അടച്ചു വെക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ അടച്ചു വെക്കുന്ന അടപ്പിൽ നിന്നുള്ള വെള്ളമൊന്നും മീൻകറിയിലേക്ക് വീഴാൻ പാടില്ല. അങ്ങനെ ആയാലും മീൻകറി നമ്മുടെ പെട്ടെന്ന് പന്നലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ കേടുകൂടാതിരിക്കാനുള്ള മീൻകറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മീൻകറിയുടെ ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. എന്നാൽ ഇത് കേടുകൂടാതെ ഒരു 4-5 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോഴും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു മീൻകറിയാണ്. പെട്ടെന്നൊന്നും ഇത് കേടാവുന്നുള്ള പേടിയേ വേണ്ട. ഒരു 3-4 ദിവസം വരെയൊക്കെ പുറത്ത് വെച്ചാലും ഒട്ടും കേടാവാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അതിൽ കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കുറേശ്ശെ എടുത്ത് ചൂടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയും ചെറിയുള്ളിയും ചേർത്തിട്ടില്ല. ഇത് രണ്ടും ഒഴിവാക്കി വേണം ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്